ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിനാൽ അനുഗ്രഹീതരായ ദൈവമക്കളെ, ഒരു പ്രാവശ്യം കൂടെ നാം ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുമ്പിൽ കാതോർക്കുകയാണല്ലോ. പരിശുദ്ധനായ ദൈവത്തിൻ്റെ തിരുമുമ്പാകെ സന്തോഷമുള്ള ഹൃദയത്തോടെ ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി കരേറ്റിക്കൊണ്ട് കർത്താവിൻ്റെ തിരുമുമ്പിൽ ദൈവത്തെ പുകഴ്ത്തിക്കൊണ്ട് ഇന്ന് നമുക്കൊരുമിച്ച് ചിന്തിപ്പാൻ പരിശുദ്ധനായ ദൈവം തന്നിരിക്കുന്ന ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാൻ ഒരുങ്ങുന്നതിന് മുമ്പ് നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമേറിയ നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. കർത്താവിനെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും പുകഴ്ത്തുകയും ചെയ്തുകൊണ്ട് ഇന്ന് നാം ഒരുമിച്ച് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്ന ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. സങ്കീർത്തനങ്ങൾ 79 അതിൻ്റെ 4-ാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. 79-ാം സങ്കീർത്തനം 4-ാമത്തെ വാക്യം: ഞങ്ങളുടെ അയൽക്കാർക്ക് അപമാനവും ചുറ്റുമുള്ളവർക്ക് നിന്ദയും പരിഹാസവും ആയിത്തീർന്നിരിക്കുന്നു. ഞങ്ങളുടെ ചുറ്റുമുള്ളവർക്ക് അപമാനവും നിന്ദയും പരിഹാസവും ആയിത്തീർന്നിരിക്കുന്നു. ഇസ്രായേലിൻ്റെ വിവിധ ഘട്ടങ്ങളിലെ സാഹചര്യങ്ങളും അതത് ഘട്ടങ്ങളിൽ അവരാരായിത്തീർന്നു, ആരായിരിക്കുന്നു എന്നതിനെക്കുറിച്ചൊക്കെ വിവിധ സങ്കീർത്തനങ്ങൾക്കകത്ത് പല ഭാഗങ്ങളിലായിട്ട് സങ്കീർത്തന രചയിതാക്കളിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് പ്രതിപാദിച്ചിട്ടുണ്ട്. 79-ാം സങ്കീർത്തനം ആസാഫ് എഴുതുമ്പോൾ ആ ചുറ്റുവട്ടത്ത് ആസാഫിൻ്റെ കുടുംബത്തെക്കുറിച്ചല്ല ഇത് പറയുന്നത്, ഇസ്രായേലിനെക്കുറിച്ചുള്ള ഒരു അവസ്ഥയാണ് 79-ാം സങ്കീർത്തനത്തിനകത്തെ പ്രതിപാദന വിഷയം. അതിനകത്ത് ഇപ്പോൾ ഇവർ ദൈവത്തിൻ്റെ ജനം, ദൈവം നേരിട്ട് നടത്തുന്ന ദൈവത്തിൻ്റെ മക്കളെന്നറിയപ്പെടുന്ന ആ ജനസമൂഹം ഇന്ന് ആരായിത്തീർന്നിരിക്കുന്നു എന്ന വിവരമാണ് ഈ 4-ാം വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നത്. ഞാൻ ഇതിനു മുമ്പും ഏതൊക്കെയോ സന്ദേശത്തിനകത്ത് വേദപുസ്തകത്തിൽ ഏറ്റവും അധികം ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ചില പദങ്ങൾ ഉണ്ടെന്നും ആ പദങ്ങൾ ചിലതൊക്കെ ചില സന്ദർഭങ്ങളിൽ പറയാറുണ്ട്. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു വാക്കാണ് ബൈബിളിലൊരു പ്രത്യേക പ്രയോഗം, ആയിത്തീരുക എന്ന പ്രയോഗം, അല്ലെങ്കിൽ ആക്കിത്തീർക്കുക എന്ന പ്രയോഗം. ഒരുപാട് വിഷയത്തെക്കുറിച്ച് ഈ വാക്ക് വേദപുസ്തകത്തിനകത്ത് വരുന്നുണ്ട്. ആയിത്തീരുക ഈ ലോകത്തിൻ്റെ ഒരു തത്വമാണ്. ഒന്നും ആരും ചെയ്തില്ലെങ്കിലും ഇവിടെ ആയിത്തീരുക എന്നൊരു വ്യവസ്ഥയുണ്ട്. ഞാൻ ബാലനായിരുന്നു, വൃദ്ധനായി തീർന്നിരിക്കുന്നു. അപ്പോൾ നമ്മളൊന്നും ചെയ്യണ്ട. ആഹാരം കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും, ദൈവം ഉണ്ടെന്ന് പറഞ്ഞാലും ഇല്ലെന്ന് പറഞ്ഞാലും എന്തു പറഞ്ഞാലും ഈ പ്രവൃത്തിക്ക് ഒരു വ്യവസ്ഥാപിതമായ കാര്യമുണ്ട്. നമ്മളെന്തൊക്കെയോ ആയിത്തീർന്നുകൊണ്ടിരിക്കുക. വെറുമൊരു പച്ചരിമ്പ് ഇവിടെ ശ്രദ്ധിക്കപ്പെടാതെ ഏതെങ്കിലും സ്ഥലത്ത്, തുറസായ സ്ഥലത്ത് ചെന്നുപെട്ടാൽ ആരും ഒന്നും ചെയ്തില്ലെങ്കിലും കുറേ കഴിയുമ്പോൾ ഇരുമ്പ് തുരുമ്പായി മാറും. ആയിത്തീരുക. ഇനി ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ ഉപമകൾ കൂടെ പറയേണ്ട കാര്യമില്ല. ഓരോന്നും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുക. അത് പ്രകൃതിയുടെ ഒരു തത്വം. എന്നാൽ നാം ശ്രദ്ധിക്കാത്തത് കൊണ്ടും മറ്റുള്ളവർ ചിലർ മനഃപൂർവ്വമായി ചെയ്യുന്നത് കൊണ്ടും നമ്മൾ ആയിത്തീരുന്ന ചില കാര്യങ്ങളുണ്ടെന്നുള്ള കാര്യം മറക്കരുത്. ആയിത്തീരുക എന്ന് അത് ചിലപ്പോൾ പോസിറ്റീവായിരിക്കാം, ചിലപ്പോൾ നെഗറ്റീവായിരിക്കാം. അബ്രഹാമിനെ കുറിച്ച് ഒരിടത്ത് ചെന്ന് പാർക്കുമ്പോൾ അവിടുത്തെ ജാതികൾ പറഞ്ഞൊരു വാക്കുണ്ട്: ഞങ്ങളുടെ നടുവിൽ അഥവാ ഞങ്ങളുടെ ഇടയിൽ നീ ദൈവത്തിൻ്റെ പ്രഭുവായിരിക്കുന്നു. അബ്രഹാം ഒരു പ്രഭുവായിട്ട് ഇങ്ങോട്ട് വന്ന ആളല്ല. അബ്രഹാം വിളിച്ച് വേർതിരിക്കപ്പെട്ട് നദി കടന്ന് വന്നവർ എന്നർത്ഥമുള്ള എബ്രായൻ. അങ്ങനെ ദൈവവിളി കേട്ടിറങ്ങി തിരിച്ച ഒരു ഭക്തനാണ്. പക്ഷെ ചുറ്റുമുള്ളവരുടെ നടുവിൽ ഒരായുസ് കൊണ്ട് അദ്ദേഹം ആരായിത്തീർന്നു? അപമാനവും നിന്ദയും പരിഹാസവുമായി തീർന്നു എന്നല്ല എഴുതിയിരിക്കുന്നത്. ശ്രദ്ധേയമായ ജീവിതം കൊണ്ട്, ദൈവാശ്രയ ബോധം കൊണ്ട്, തെറ്റുകളെ തിരുത്താനുള്ള മനസ്സുകൊണ്ട്, ആഴമേറിയ അനുതാപമുള്ള ഹൃദയം കൊണ്ട്, അനുസരിക്കാനുള്ള മനസ്സുകൊണ്ട്, അർപ്പണബോധം കൊണ്ട്,
ദൈവത്തിൻ്റെ വാക്കുകൾക്ക് തക്കവണ്ണം തന്നെ തന്നെ ക്രമീകരിക്കാനുള്ള മനസ്ഥിതി കൊണ്ട് മറ്റുള്ളവരുടെ നടുവിൽ അബ്രഹാം പിതാവ് ദൈവത്തിൻ്റെ പ്രഭു ആയിത്തീർന്നു. പരിപാവനമായ ദൈവത്തിൻ്റെ ആലയം, യെരൂശലേമിലെ ആലയം. ആ ആലയത്തെക്കുറിച്ച് പണിതിട്ടപ്പോൾ ശലോമോൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ എത്ര ശ്രേഷ്ഠമാണ്. ലോകത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്തുനിന്നൊരു ജാതീയനായിരിക്കുന്ന മനുഷ്യൻ ദൈവത്തെക്കുറിച്ച് കേട്ടിട്ട് ഈ ആലയത്തിലേക്ക് വന്നാൽ, അവൻ ആരുമാകട്ടെ, അവിടെ വന്ന് പ്രാർത്ഥിക്കുന്നവൻ, തിരുമുഖത്തേക്ക് നോക്കുന്നവൻ, അവൻ്റെ പ്രാർത്ഥന സ്വർഗത്തിൽ നിന്ന് കേട്ട് അവൻ്റെ കാര്യങ്ങൾ നടത്തി കൊടുക്കണം എന്ന പ്രാർത്ഥന ദൈവം അംഗീകരിച്ച് അങ്ങനെ തന്നെ ആട്ടെ എന്ന് പറഞ്ഞ ഒരാലയമാണത്. യേശുക്രിസ്തുവിൻ്റെ കാലഘട്ടമായപ്പോഴേക്കും തിരുവെഴുത്തിൽ എഴുതിയിരിക്കുന്നു, എല്ലാവരും കൂടെ അത് കള്ളന്മാരുടെ ഗുഹ ആക്കി തീർത്തു. ആയതല്ല, ആക്കി തീർത്തു. അപ്പോൾ എത്ര സുന്ദരമായി അനേകർക്ക് തണലും താങ്ങുമാകാൻ പൂർവികന്മാർ പ്രതിഷ്ഠിച്ച് സമർപ്പിച്ച സംഭവങ്ങൾ ഇന്ന് അങ്ങ് എല്ലാവരും കൂടെ, ഈ സഭയുടെ കാര്യമൊക്കെ ആണെങ്കിലും കുടുംബത്തിൻ്റെ കാര്യം എന്തുവാട്ടെ, അതങ്ങ് എല്ലാവരും കൂടെ അങ്ങ് നശിപ്പിച്ച് കള്ളന്മാരുടെ ഗുഹയാക്കി. യൂദയെക്കുറിച്ച് എഴുതിയിരിക്കുന്ന വാക്ക്, ദ്രോഹി ആയിത്തീർന്ന യൂദ. മാളികമുറിയിൽ യേശുക്രിസ്തുവിൻ്റെ കൂടെ പെസഹ കഴിക്കുന്ന ഭാഗത്ത് എഴുതിയിരിക്കുന്നതാ. ദ്രോഹിയായി ജനിച്ചതല്ല, ആയിത്തീർന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഞാനീ പറയുന്നത് നമ്മൾ എന്തോ ആയിത്തീരുന്നുണ്ട് കേട്ടോ, അതറിഞ്ഞോളണം. എന്നും ഇങ്ങനെ ഇരിക്കുകയില്ല, ആയിത്തീരും. ദൈവ പൈതലായി ഇവിടെ ആരും ജനിച്ചതല്ല, ദൈവ പൈതലായിത്തീർന്നതാണ്. എങ്ങനെ? അതിൻ്റെ വ്യവസ്ഥകൾ അനുസരിക്കുമ്പോൾ നാം അതായിത്തീരും. ഓക്കെ, ആ ഭാഗങ്ങൾ അങ്ങനെ നിൽക്കട്ടെ. ആയിത്തീരുന്നതിനെക്കുറിച്ച് വേദപുസ്തകത്തിൽ എത്രയോ വാക്യങ്ങൾ, വേറെ ഏതെങ്കിലും വലിയ സന്ദേശത്തിൽ നമുക്കത് കൈകാര്യം ചെയ്യാം. ദൈവത്തിൻ്റെ തിരുസഭയെക്കുറിച്ച് ഫിലിപ്പിയ ലേഖനത്തിൽ ദൈവമക്കളെക്കുറിച്ച്, വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ സ്വന്തം ആളുകളെക്കുറിച്ച് ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസിന് കിട്ടിയ പ്രകാശനം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ അവരുടെ നടുവിൽ നിന്ദാപാത്രമായി, പരിഹാസപാത്രമായി, അപമാന വിഷയമായിട്ടിരിക്കണമെന്നല്ല, അവരുടെ നടുവിൽ നിങ്ങൾ ദൈവത്തിൻ്റെ സത്യവചനം പ്രമാണിച്ചുകൊണ്ട് ജ്യോതിസുകളെപ്പോലെ, ആകാശത്തിലെ നക്ഷത്രത്തെ പോലെ ആയിത്തീരണം. ചുമ്മാ ഒരു വാക്ക് വേദപുസ്തകത്തിൽ വരില്ല. ദൈവസഭ എന്ന ആത്മീക സൗധത്തിനകത്ത് ഒരാൾ എത്തിപ്പെട്ടാൽ അവർ ദൈവത്തെ അക്ഷരം പ്രതി അനുസരിക്കുകയും വിശ്വസിക്കുകയും ചെയ്താൽ, അപ്പോസ്തോലിക ഉപദേശങ്ങൾക്ക് വിധേയപ്പെടാൻ മനസ്സ് വെച്ചാൽ, കാര്യസാധ്യം പ്രാപിക്കുന്നവർ പോലെ വന്ന് കാര്യം നടത്തി പോകാതെ തന്നെത്താൻ അർപ്പണ ബോധത്തോടെ ഇതിനകത്ത് ദൈവത്തിൻ്റെ ചെറുകടിയിൽ നിന്ന് വളരാൻ തുടങ്ങിയാൽ, അങ്ങനെയുള്ള ആളുകളെ അസാധാരണമായ നിലവാരത്തിലാക്കി തീർക്കാൻ കഴിവുള്ള ഭൂമിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനമാണ് ദൈവസഭ. ഇവിടെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. ജിംനേഷ്യം, ഈ നാട്ടിലൊക്കെ എല്ലാ ബിൽഡിങ്ങിൻ്റെ മുകളിൽ ഇപ്പോൾ ബോഡി ഫിറ്റ്നസ്സിന് വേണ്ടി ജിമ്മ്, അല്ലേ, സ്തോത്രം, അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ രാവിലെ ഞാനിത് റെക്കോർഡ് ചെയ്യുന്ന സമയത്തും സജീവമായിരിക്കും അവിടെ. ജോലിക്ക് പോകുന്നതിനേക്കാൾ മുമ്പ് ചെറുപ്പക്കാരും അല്ലാത്തവരും അപ്പനും അമ്മയും എല്ലാവരും പോകുന്നുണ്ടെന്ന് അറിവ്. ആരാക്കാൻ മസിലുള്ള, ആരോഗ്യമുള്ള, കൊഴുപ്പ് കത്തിച്ച് കളഞ്ഞ് ദീർഘായുസുള്ളവരാക്കി തീർക്കാൻ പറ്റിയ സ്ഥാപനമാണത്. ബ്യൂട്ടി പാർലറുകൾ നമ്മുടെ മുഖത്തെയും ശരീരത്തിൻ്റെയും വേണ്ടാത്തതെല്ലാം മാറ്റിക്കളഞ്ഞ് മനോഹര രൂപികളാക്കി മാറ്റാൻ കഴിയുന്നൊരു സ്ഥാപനമാണത്. അങ്ങനെ ഓരോ സ്ഥാപനങ്ങൾ ഇവിടെയുണ്ട്. ദൈവത്തിൻ്റെ സഭയെന്ന ആത്മീക സൗധം മുഖത്തിന് മാത്രം ഇച്ചിരി കോസ്മെറ്റിക്സ് ഇട്ടിട്ട് രൂപപ്പെടുത്തി പുറത്തേക്ക് വിടുന്നതല്ല. 2 മാസം കഴിയുമ്പോഴത്തേക്കും പിന്നെയും ആ പറിച്ചു കളഞ്ഞതൊക്കെ വളർന്നു വരികയും അല്ലെങ്കിൽ മാറ്റിയതൊക്കെ പിന്നെയും കയറി വരികയും ചെയ്ത് പിന്നെ അങ്ങനെ തന്നെയാവും. എന്നാൽ ദൈവത്തിൻ്റെ തിരുസഭയ്ക്കകത്ത് വേണ്ടുവണ്ണം നിന്നാൽ മറ്റുള്ളവരുടെ നടുവിൽ, ചുറ്റുമുള്ളവരുടെ നടുവിൽ വലഞ്ഞുപോയ ലോത്തിനെ പോലെ ആകുമെന്നോ, തകർന്നുപോയ ഒരു കുടുംബം പോലെ ആയിത്തീരുമെന്നോ, വീണുപോയ വീട് പോലെ ആയിത്തീരുമെന്നൊന്നും അല്ല എഴുതിയിരിക്കുന്നത്. അവരുടെ നടുവിൽ ആകാശമണ്ഡലത്തിൽ ജ്വലിച്ചു നിൽക്കുന്ന നക്ഷത്രത്തെ പോലെ ആയിത്തീരാം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ കാര്യങ്ങൾ ഒരു വെളിപ്പാടിൽ കണ്ട് മനസ്സിൽ സെറ്റ് ചെയ്യുക. നിങ്ങൾ നിൽക്കുന്നത്
പരിശുദ്ധാത്മ പ്രവർത്തനമുള്ള കാലഹരണപ്പെട്ട നിയമങ്ങളും കാലഹരണപ്പെട്ട ആരാധനയും വ്യവസ്ഥകളും ഇന്നും അള്ളിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്ന മണ്ഡലങ്ങൾ ആത്മീയത്തിനകത്തുണ്ട്. ഞാൻ ആരെയും വ്രണിതരാക്കാൻ ആഗ്രഹിക്കാത്തത് കൊണ്ട് പേരൊന്നും പറയുന്നില്ല. വ്യക്തിപരമായി ആവശ്യപ്പെട്ടാൽ നമുക്ക് വേണമെങ്കിൽ അതൊരു ചർച്ച പോലെ സംസാരിക്കാം. പക്ഷെ പരിശുദ്ധാത്മ പ്രവർത്തനം നടക്കുന്ന, ദൈവവചനം പ്രസംഗിക്കുന്ന അപ്പോസ്തോലികന്മാർ എന്തു പറഞ്ഞോ അതിൻ പ്രകാരം വെള്ളം ചേർക്കാതെ ജീവിക്കുന്ന കൊച്ചു കൊച്ചു കൂട്ടങ്ങൾ കണ്ടേക്കാന്നേ. അതിൽ തേടിപ്പിടിച്ച് കൽപ്പനകളനുസരിച്ച് ആ ആത്മനിഴലിൻ തണലിൽ നിന്ന് പോയാൽ നമ്മൾ ചുറ്റുമുള്ളവരുടെ നടുവിൽ നിന്നാപാത്രമാകില്ല കേട്ടോ. ഇപ്പോഴത്തെ സാഹചര്യം എന്തുമാകട്ടെ, അവസാനം ഒന്നുമില്ലാത്തവരായി തീരാതിരിക്കാൻ ഈ ഉപദേശം കൈക്കൊണ്ടാൽ നല്ലത്. ദൈവത്തെ വിശ്വസിച്ചും ദൈവത്തെ അനുസരിച്ചും ദൈവം പറയുന്നത് കേട്ടും ദൈവത്തിൻ്റെ പക്ഷം ചേർന്ന് നിന്നും നമുക്ക് നക്ഷത്രങ്ങളായിത്തീരാം. ചുറ്റുമുള്ളവരുടെ നടുവിൽ അപമാന വിഷയമാകണ്ട, പരിഹാസ വിഷയമാകണ്ട, നിന്ദാ വിഷയമാകണ്ട. ഇതിന് പറ്റിയ സ്ഥലം ദൈവസഭയാണ്. ഇതിനെ മാറ്റാൻ ഏറ്റവും കരുത്തൻ ദൈവമാണ്, പരിശുദ്ധാത്മാവാണ്. ആശ്രയിക്കൂ ദൈവത്തിലും ദൈവാത്മാവിലും, എന്നിട്ടായിത്തീരൂ. ആരായിത്തീരണമെന്ന് നിശ്ചയിക്കൂ. ഞാനതിനായി നിങ്ങളെ ബോധവൽക്കരിച്ചുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ പ്രകൃതിയുടെ ആവാസ വ്യവസ്ഥ തന്നെ എന്തെങ്കിലുമൊക്കെ ആയിത്തീരും. അങ്ങനെയാണ് ദൈവം ഈ ലോകത്തെ തന്നെ വെച്ചിരിക്കുന്നത്, മനുഷ്യനെ എത്രയോ അധികം. എന്നാൽ ഞങ്ങളുടെ കൊച്ചായുസ് കൊണ്ട് ഞങ്ങൾക്ക് വേണമെങ്കിൽ നാട്ടുകാരുടെയും ചുറ്റുവട്ടക്കാരുടെയും നടുവിൽ ചീത്തയായിപ്പോയ പാത്രം പോലെ ആയിത്തീരാം. എന്നാൽ ദൈവത്തിൽ ആശ്രയിച്ച് ഞങ്ങൾക്ക് നക്ഷത്രങ്ങളെപ്പോലെ, ജ്യോതിസുകളെപ്പോലെ ആയിത്തീരാം. അപ്പോൾ ആ കുറവുകളും പോരായ്മകളും ഇല്ലായ്മകളൊക്കെ ഉണ്ട്. പക്ഷെ ഇത് കേൾക്കുന്ന ചിലരായിത്തീരണമെന്ന് ആഗ്രഹിച്ച് അവിടുത്തെ തിരുസന്നിധിയിൽ വന്ന് മനസ്സ് വെച്ചാൽ അവരുടെ പരാജയങ്ങളെ ജയമാക്കി മാറ്റി അവരെ ആക്കി തീർത്തേക്കണേ. കർത്താവ് അത് ചെയ്യണേ. ഈ ദൂത് ബോധ മനസ്സോടെ ഏറ്റെടുക്കുന്നവർക്ക് ഫലിക്കണമേ. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.